ഹേ ഹലോ പടുകെ പോയിന്റ് ഫുൾ വീഡിയോ ആണിത്. വെറുതെ മുറ്റത്ത് ബോളും തട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ അടുത്ത് ജോഷി ചേട്ടൻ വന്നിട്ട് പറഞ്ഞു പടുകെ പോവാം ക്രിക്കറ്റ് കളിക്കാന്നൊക്കെ. അങ്ങനെ അതും കേട്ട് രാവിലെ തന്നെ പോകുന്നതാണ്. ജോഷി ചേട്ടനും ഷാരോൺ ചേട്ടനൊക്കെ എല്ലാ സൺഡേയും കളിക്കാൻ പോകും. അപ്പോൾ നമ്മളും ചോദിക്കും നമ്മളെയും കൊണ്ടുപോകുമോ, ഞങ്ങളും കളിക്കാൻ വരട്ടെ എന്നൊക്കെ. അപ്പോൾ അവർ പറയും പിന്നെ ഒരു ദിവസം ആട്ടെ, ഇനി ഒരു ദിവസം കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് നീണ്ടുപോയി. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ സൺഡേ പറഞ്ഞു എന്നാൽ നമുക്ക് ഇന്ന് പോയേക്കാം കളിക്കാൻ എന്ന്. കേട്ട പാടെ ഞാനും നാത്തും കുഞ്ഞാറ്റയും ലച്ചും കൂടി ചാടി വണ്ടി കയറി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കളിയൊക്കെ തുടങ്ങി. ആദ്യത്തെ കളി തന്നെ നാത്തു തോറ്റു. പക്ഷെ സാരമില്ല, നമുക്ക് കളിക്കാൻ വലുതായിട്ട് അറിയണമെന്നില്ലല്ലോ, നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളതാണ്. ഈ കളി ക്രിക്കറ്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സാധാരണ ക്രിക്കറ്റ് പോലെയല്ല, ഇതിൽ കുറേ റൂൾസ് ഉണ്ട്. പൊക്കി അടിക്കരുത്, താത്തി അടിക്കണം, സിക്സ് അടിക്കരുത്, സിക്സ് അടിച്ച ഔട്ട്, അങ്ങനെ കുറേ. പക്ഷെ കളി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലോണം എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്തു. അങ്ങനെ കളി നല്ല വൈബിലേക്ക് എത്തിയപ്പോഴത്തേക്കും ക്ലൈമറ്റ് മെല്ലെ ചേഞ്ചായി തുടങ്ങി. മഴ പെയ്താലും കളിക്കുന്നുള്ളൊരു വൈബിലായിരുന്നു നമ്മൾ നിന്നത്. അങ്ങനെ കട്ടപ്പന ചേട്ടൻ ബോൾ എറിഞ്ഞു, ജോഷി ചേട്ടൻ അടിച്ചു, ഞാൻ ഓടി. എന്നോട് പറഞ്ഞിരുന്നത് ബോൾ വന്ന് ബാറ്റിലടിച്ച് അപ്പം ഓടിക്കോണമെന്നാണ്. ഞാൻ ഓടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഓടിക്കഴിഞ്ഞാൽ ബാറ്റ് ഒന്ന് മുട്ടിക്കണം എന്നൊക്കെ. എനിക്കറിയാൻ പാടില്ലല്ലോ. അങ്ങനെ ഓവർ ചേഞ്ച് ആയപ്പോഴത്തേക്ക് ഞാൻ ബാറ്റിങ്ങിന് കയറി. ഞാൻ വന്ന് നിന്നത് കട്ടപ്പന ചേട്ടൻ എറിഞ്ഞു, പക്ഷെ എങ്ങനെയോ കൊണ്ട്. അങ്ങനെ അടുത്ത ബാറ്റിങ് അജിക്കുട്ടൻ കയറി, അത് അടിച്ചു, അതങ്ങ് ഉരുണ്ടുപോയി. അതിന് പേര് ചെറിയൊരു തർക്കം ജസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് പിന്നെയും മഴ പെയ്തു. അപ്പോൾ പിന്നെയും നമ്മൾ കളിക്കാൻ ഇറങ്ങി. മഴ പെയ്യുമ്പോഴാണ് കളിക്കാൻ കുറച്ചും കൂടി വൈബ്. നമുക്ക് ഈ വീഡിയോയിൽ എടുത്തു തരുന്നത് കുഞ്ഞാറ്റയാണ്. കുഞ്ഞാറ്റ ആദ്യത്തെ കളിയിൽ തന്നെ 3 തവണ ഔട്ടായി. കട്ടപ്പന ചേട്ടൻ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് കുഞ്ഞാറ്റയെ വാശി കയറ്റി കുഞ്ഞാറ്റ ബാറ്റൊക്കെ എറിഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് കുഞ്ഞാറ്റയാണ് വീഡിയോ എല്ലാം എടുത്തത്. മഴ പെയ്തപ്പോൾ വരെ കുഞ്ഞാറ്റ ഫുൾ സജീവമായി നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. അടികയിൽ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. അത് അവിടുത്തെ വ്യൂ ആണ് ഗൈസ്. അവിടെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ഭാഗ്യമായിരിക്കും, ഇത്രയും വലിയൊരു ഗ്രൗണ്ട് അവിടെ കിടക്കുകയാണ് അവിടെ കളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അത്രയും വലിയ ഗ്രൗണ്ടിൽ ഞാൻ വെറുതെ കിടന്നോടി. നേരത്തെ സ്പോർട്സ് ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിലും ഇപ്പോൾ ഓടാനൊന്നും വയ്യ ഗൈസ്. 1 വർഷമായി ഞാൻ സ്പോർട്സൊക്കെ നിർത്തി വീട്ടിൽ വന്നിട്ട്. സ്പോർട്സ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വിചാരം എനിക്ക് എല്ലാ ഗെയിംസും അറിയാമെന്നാണ്. അങ്ങനെ ഒരു വിചാരം എനിക്കുണ്ട്. പക്ഷേ എനിക്കൊന്നും അറിയില്ല, അതെനിക്കറിയാം. പക്ഷേ എനിക്ക് പറ്റുന്നതാണെങ്കിലും എനിക്ക് പറ്റാത്തതാണെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പം കണ്ടില്ലേ അതുപോലെ. ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടാൻ എന്നെ കിട്ടില്ല. കാരണം ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കും ഞാൻ. അങ്ങനെ കട്ടപ്പന ചേട്ടനെ കുറച്ച് നേരം അടിച്ച്. ഞാൻ ഓർത്താ ബോൾ എൻ്റെ മുഖത്താന്ന്, പക്ഷെ ഒന്നും പറ്റിയില്ല. അതിനുശേഷം ബാറ്റ് ബോളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ വീശിച്ചേക്ക് എൻ്റെ കൈക്ക് എന്തോ പറ്റി. ലച്ചുവാണെ അത്രയും വലിയൊരു ഗ്രൗണ്ടിൽ വെറുതെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ പടുകയിലേക്ക് എത്തിയതാണ് ഈ ചേട്ടന്മാർ. ഇവരുടെ കൂടെ 6 ഓവറിന് ഒരു കളി കളിക്കുമോ ചോദിച്ചു. അങ്ങനെ നമ്മളത് കളിച്ചു. അങ്ങനെ കട്ടപ്പന ചേട്ടനും ഷാരോൺ ചേട്ടനും ജോഷി അജിക്കുട്ടനും ഞാനും ഒരു ടീം, വന്ന 5 ചേട്ടന്മാരും ഒരു ടീം. അങ്ങനെയാണ് നമ്മൾ കളിച്ചത്. നമ്മൾ കളിച്ച കളിക്ക് 6 ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഈ കളിക്ക് 6 ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഓവറിലെ സെക്കൻഡ് ബോളായിരുന്നു ഇത്. അത് ഷാരോൺ ചേട്ടൻ മാസ്മരികമായൊരു 6 അടിച്ചു. ആ ബോളങ്ങ് കാട്ടിപ്പോയി. നമ്മൾ കുറച്ചധികം നേരം ആ ബോളിൽ തപ്പിയെങ്കിലും അത് കിട്ടിയില്ല. നമ്മൾ അടുത്ത ബോളെടുത്ത് പിന്നെയും കളി തുറന്നുകൊണ്ടിരുന്നു. നമ്മുടെ ടീമിൽ 6 ഓവറിനും കളിച്ചത് ഷാരോൺ ചേട്ടനും ജോഷി ചേട്ടനും കൂടാണ്. അങ്ങനെ നമ്മുടെ കളി കഴിഞ്ഞു. ഇനി അവരുടെ ബാറ്റിംഗ് ആണ്. നമ്മൾ ബാറ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. നമ്മൾ ബോളിങ്ങിന് പോയി. അങ്ങനെ ഞാനാണ് ഗൈസ് ബോൾ എറിയുന്നത്. ഞാൻ ആദ്യത്തെ എറിലെ ആ ചേട്ടനെ ഔട്ടാക്കി. ഇപ്പം നമ്മൾ ഈ കൂടെ കളിക്കുന്ന ചേട്ടന്മാർ ആരാന്നോ എവിടുന്നാന്നോ ഒന്നും നമുക്കറിയില്ല. ജസ്റ്റ് ഇവർ പടുകയിൽ വന്നതാണ് അവിടെ കാണാൻ. അങ്ങനെ വന്നപ്പോൾ നമ്മളവിടെ കളിക്കുന്നുണ്ട്, നമ്മളോട് ചോദിച്ചതാണ്. നമ്മൾ പിന്നെ അവരുടെ കൂടെയും കളിച്ച് പടുകയിൽ പോയി ക്രിക്കറ്റ് കളിച്ചതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുമെന്ന് പറഞ്ഞാൽ ഷാരോൺ ചേട്ടൻ എന്നെ കൊണ്ട് പറഞ്ഞെടുപ്പിച്ചൊരു വീഡിയോ ആണ്. ഞാൻ ഇതിലിങ്ങനെ സ്ലോ മോഷനിൽ വരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഒരു ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്ത് കൂടെയും കൂടിക്കോ.